തൊട്ടയൽപക്ക രാജ്യത്ത് ശ്രീലങ്കയിൽ ഇടതുപക്ഷ പ്രസിഡന്റ് അധികാരത്തിൽ വന്നു എന്ന് നമ്മൾ ഒട്ടേറെ ചർച്ച ചെയ്യുന്നുണ്ട് കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട്. എന്നാൽ ഇലക്ഷൻ നടക്കുന്നതിന്, ശ്രീലങ്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് നടക്കുന്നതിന് തൊട്ടു മുമ്പ് വരെ, തലേന്ന് വരെ വന്നിരുന്ന മാധ്യമ റിപ്പോർട്ടുകൾ നോക്കിയാൽ ഒരു കാര്യം മനസ്സിലാവും. അവിടെ ഈ പറഞ്ഞ ഇപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ട മാർക്സിസ്റ്റ് എന്ന് വിളിക്കപ്പെടുന്ന പ്രസിഡന്റ് അനുരാ കുമാര ദിസനായകെ ജയിക്കുമെന്നോ രണ്ടാമതെങ്കിലും എത്തുമെന്നോ യാതൊരു വിലയിരുത്തലും ഒരു മുഖ്യധാര മാധ്യമങ്ങളിലും ഞങ്ങൾ കണ്ടില്ല. മിക്ക റിപ്പോർട്ടുകളിലും പറഞ്ഞിരുന്നത്, ഇന്ത്യൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ പറഞ്ഞിരുന്നത്, നിലവിലെ ദേശീയ സർക്കാരിൻ്റെ പ്രസിഡന്റായ റനിൽ വിക്രമസിംഗെ തന്നെയാണ് മുൻപന്തിയിൽ, ജയിക്കാൻ സാധ്യത എന്ന രൂപത്തിലാണ് റിപ്പോർട്ടുകൾ വന്നിരുന്നത്. എന്നാൽ അതിനെയൊക്കെ അട്ടിമറിച്ചുകൊണ്ടാണ് അനുരാ കുമാര ദിസനായകെ ശ്രീലങ്കയുടെ ആദ്യ ഇടതുപക്ഷ പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. വളരെ ഞെട്ടിച്ച ഒരു തെരഞ്ഞെടുപ്പ് ഫലമാണെന്ന കാര്യത്തിൽ സംശയമില്ല. പിന്നെ ഒരു കാര്യം, നമ്മുടെ തൊട്ടയൽ രാജ്യമായ ശ്രീലങ്കയിലെ തിരഞ്ഞെടുപ്പും അധികാര മാറ്റവുമൊക്കെ ഇന്ത്യയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയമാണ്. നമുക്കറിയാം, ശ്രീലങ്കയും ഇന്ത്യയും തമ്മിൽ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നല്ല ഒരു ഉഭയകക്ഷി ബന്ധമില്ല. ശ്രീലങ്കൻ സർക്കാർ, പ്രത്യേകിച്ചും രാജപാക്സെ കുടുംബവാഴ്ചയുടെ കാലത്ത് ചേട്ടൻ പ്രസിഡന്റ്, അനിയൻ പ്രധാനമന്ത്രി, അനിയൻ്റെ അനിയൻ ധനകാര്യമന്ത്രി, ഒരു കുടുംബം മുഴുവൻ കുളം തോണ്ടിയ ശ്രീലങ്കയിലാണ് ഇപ്പം പൊതു തെരഞ്ഞെടുപ്പ് നടന്നത്. അതിനു മുമ്പ് 2 കൊല്ലം മുമ്പ് ഗോട്ടാബയ രാജപാക്സെ പ്രസിഡന്റ്, മഹീന്ദ രാജപാക്സെ പ്രധാനമന്ത്രി, ഇവരുടെയൊക്കെ അനിയൻ ധനകാര്യമന്ത്രി, കേന്ദ്ര ധനകാര്യമന്ത്രി, പിന്നെ മറ്റുള്ളവരൊക്കെ ബന്ധുക്കളും സ്വന്തക്കാരും എല്ലാം ചേർന്നൊരു കുടുംബ ഭരണമാണ് അവിടെ നടന്നത്. ആ കുടുംബ ഭരണം ശ്രീലങ്കയെ കുളം തോണ്ടി. സഹികെട്ട ജനം, പട്ടിണിയിലും പരിവട്ടത്തിലും വിലക്കയറ്റത്തിലും പുറത്തുമുട്ടിയ ജനം ശ്രീലങ്കൻ പ്രസിഡന്റിന്റെ ഗോട്ടാബയയുടെ കൊട്ടാരം കയ്യേറി സർവ്വതും നശിപ്പിച്ചു. നാവികസേനയുടെ സംയുക്ത ഓപ്പറേഷനിൽ രാജപാക്സെ കുടുംബത്തെ, ഗോട്ടാബയെ ഉൾപ്പെടെ രക്ഷപ്പെടുത്തി വിദേശത്തേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്തത്. അങ്ങനെ ജനങ്ങൾ കൊളംബോയിലെ കൊട്ടാരം കൈയടക്കി. അതിനുശേഷം ദേശീയ ഗവൺമെന്റ് വന്ന് റനിൽ വിക്രമസിംഗെ അധ്യക്ഷനായിട്ട് വന്നു. ഇപ്പം അദ്ദേഹം 3ാമത് വളരെ പിന്നിലേക്കാണ് പ്രീ ഇലക്ഷൻ റിസൾട്ടിൽ പോയത്. ഇവിടെ പൊതുവെ ഇപ്പം നമ്മൾ കരുതപ്പെടുന്നത്, ഈ വിദേശ നയത്തിൻ്റെ കാര്യത്തിൽ പറയുമ്പോൾ ശ്രീലങ്കയ്ക്ക് ചൈനയുമായിട്ട് കൂടുതൽ അടുപ്പം ഉണ്ട്. ഇപ്പം മാലിദ്വീപിനുള്ളതുപോലെ തന്നെ ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളെല്ലാം ചൈനയുമായിട്ട് കൂടുതൽ ആഭിമുഖ്യം, ഉഭയകക്ഷി ബന്ധം നിലനിർത്തുന്നു എന്നത് ഇന്ത്യയെ സംബന്ധിച്ച് വളരെ സൂക്ഷ്മതയോട് കൈകാര്യം ചെയ്യേണ്ടുന്ന വിഷയമാണ്, ഗൗരവമുള്ള വിഷയമാണ്. നമ്മുടെ ഒരു ജോഗ്രഫി എടുത്ത് നോക്കുക, ഒരു ജിയോ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ നോക്കുക. നമ്മുടെ അയൽരാജ്യമായ പാകിസ്ഥാൻ ചൈനയുടെ സുഹൃത്ത്, പിന്നെ ബംഗ്ലാദേശ്, ഇപ്പം അവിടുത്തെ രാഷ്ട്രീയ അസ്ഥിരത, ഹസീന പുറത്താക്കപ്പെട്ടു, ഇന്ത്യയുടെ സുഹൃത്തായ ഹസീന പുറത്താക്കപ്പെട്ടു, അവർക്ക് ഇന്ത്യയിൽ അഭയം കൊടുത്തു. അവിടെ പുതിയ ദേശീയ സർക്കാർ വന്നു. സ്വാഭാവികമായിട്ട് ആ സർക്കാർ ചൈനയോട് കൂടുതൽ അടുപ്പം കാണിച്ചെന്നിരിക്കാം. 2, 3 ശ്രീലങ്ക കുറേ നാളുകളായിട്ട് ചൈനയോട് കൂടുതൽ ചെങ്ങാത്തം കാണിച്ചു വരുന്നു. പിന്നെ മാലിദ്വീപ് ചൈനയുമായിട്ട് വളരെ അടുത്ത ബന്ധം പുലർത്തുന്നു. അപ്പോൾ ഇന്ത്യയെ ഇങ്ങനെ ചൈനീസ് സ്വാധീനം അയൽ രാജ്യങ്ങളിലൂടെ ഇങ്ങനെ വിപുലപ്പെടുത്തുന്ന ഒരു ജിയോ പൊളിറ്റിക്സ് ആണ് നമുക്കിപ്പോൾ സൗത്ത് ഏഷ്യയിൽ കാണാൻ കഴിയുക. അവിടെയാണ് മാർക്സിസ്റ്റ് എന്ന് അവകാശപ്പെടുന്ന അനുരാ കുമാര ദിസനായകയുടെ പാർട്ടി നയിക്കുന്ന മുന്നണി അധികാരത്തിലെത്തി. അതിൻ്റെ പ്രസിഡന്റായിട്ട് അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്തു, അധികാരത്തിലേറി എന്ന് പറയുമ്പോൾ ഇന്ത്യക്ക് ആശ്വസിക്കാൻ വകയുണ്ടോ എന്നതാണ് ചോദ്യം. അതൊരു കാര്യം. 2, ഇന്ത്യയിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് ഈ JVP അനുരാ
കുമാര ദിസനായികയുടെ രാഷ്ട്രീയ പാർട്ടിയുടെ പേര് ജനതാ വിമുക്തി പെരുവനെയാണ്, അതായത് JVP. JVP മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് കക്ഷിയായിരുന്നു തുടക്കത്തിൽ 70കളുടെ അവസാനം വരെ. എന്നാൽ പിന്നീട് അവർ നിറം മാറി, അവർ സോഷ്യലിസവും സായുധ സമരമാർഗവുമൊക്കെ അവർ ഉപേക്ഷിച്ചു. അവർ മുതലാളിത്ത പാത സ്വീകരിക്കുന്ന ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ജനതാ വിമുക്തി പെരുമുനയുടെ ഒരു കഴിഞ്ഞ 70കൾ മുതൽ ഇങ്ങോട്ടുള്ള രാഷ്ട്രീയ നയ മാറ്റം നമ്മൾ പഠിച്ചാൽ ഒരു കാര്യം വ്യക്തമാകും. അവർ പഴയ മാർക്സിസ്റ്റോ കമ്മ്യൂണിസ്റ്റോ അല്ല, സോഷ്യലിസ്റ്റോ അല്ല. അവരുടെ നിലപാടുകളിൽ മാറ്റം വന്നിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഇന്ത്യൻ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ശ്രീലങ്കയിലെ ഈ വിജയത്തെ ഒരു വലിയ മാർക്സിസ്റ്റ് ഇടതുപക്ഷ വിജയമായിട്ട് കാണേണ്ടതില്ല എന്നാണ് ഞങ്ങളുടെ ലെഫ്റ്റ് റൈറ്റ് വോയിസിൻ്റെ അഭിപ്രായം. കാരണം ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ 70കൾ 80കളൊക്കെ ഇങ്ങോട്ട് കഴിഞ്ഞപ്പോൾ അവർ സിംഹള വംശീയതയെ പുണരുന്നത് നമ്മൾ കാണുന്നുണ്ട്. ശ്രീലങ്കൻ സിംഹള വംശീയത ആയുധമെടുത്തിട്ട് പട്ടാളത്തോടൊപ്പം ചേർത്തിട്ട് ശ്രീലങ്കയിലെ തമിഴ് വംശജരെ കൊന്നൊടുക്കുമ്പോൾ, കൂട്ടക്കുരുതിക്ക് വിധേയമാക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെ പിന്തുണയ്ക്കുകയും നേരിട്ട് അതിൽ പങ്കാളിത്തം വഹിക്കുകയും ചെയ്തിട്ടുള്ള പാർട്ടിയാണ് JVP. അപ്പോൾ പഴയ കമ്മ്യൂണിസ്റ്റ് നിലപാടുകളിൽ നിന്ന് ഒട്ടേറെ മാറ്റം JVPക്ക് സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് JVPയെ പഴയ കമ്മ്യൂണിസ്റ്റ് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. എന്നാൽ ശ്രീലങ്കയിലെ ഭരണമാറ്റം, ഒരു ഭരണകൂടം തകർത്തെറിഞ്ഞ, സാമ്പത്തികമായിട്ട് തകർന്നടിഞ്ഞ ശ്രീലങ്കയെ രക്ഷിക്കാൻ ഇടതുപക്ഷ പശ്ചാത്തലമുള്ള ഒരു രാഷ്ട്രീയ മുന്നണി അധികാരത്തിലേറി, അല്ലെങ്കിൽ ആ മുന്നണിയുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥി ജയിച്ച് അധികാരത്തിൽ വന്നിരിക്കുന്നു എന്നത് ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ്. ആ രീതിയിൽ നമ്മളതിനെ സ്വാഗതം ചെയ്യേണ്ടതുണ്ട്. എന്നാൽ ഇനി എന്താണ് JVP മുന്നണി ചെയ്യാൻ പോകുന്നത് എന്നത്, അനുരാ ദിസനായിക എന്താണ് ഇനി ചെയ്യാൻ പോകുന്നത് എന്നത് വളരെ പരമപ്രധാനമാണ്. ഒന്ന്, ഇന്ത്യയോടുള്ള നിലപാടിൽ മാറ്റം വരുമോ? 2, ചൈനയുമായിട്ടുള്ള നയം എന്തായിരിക്കും? 3, ഇപ്പോൾ വിഴിഞ്ഞം തുറമുഖം ഒരു വലിയ ട്രയൽ റണ്ണിൽ ഒരു വലിയ വിജയമായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ കൊളംബോയുടെ ബിസിനസ് വോളിയം കൊളംബോ തുറമുഖത്തിൻ്റെ കുറയുകയാണെങ്കിൽ അതിനെ പുതിയ ഭരണകൂടം, ശ്രീലങ്കൻ ഭരണകൂടം എങ്ങനെ കാണും? ഇങ്ങനെ പ്രധാനപ്പെട്ട 4-5 ചോദ്യങ്ങളുണ്ട്. പ്രധാന ചോദ്യങ്ങൾ, ഇന്ത്യയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ. ആ ചോദ്യങ്ങളോട് വ്യക്തമായ ഒരു നിലപാട് ഇതുവരെ JVPയോ അനുരാ ദിസനായികയോ വ്യക്തമാക്കി കണ്ടിട്ടില്ല. വരും നാളുകളിൽ അവിടെ എന്താണ് നിലപാടെന്നുള്ള എന്നുള്ളത് അവർ വ്യക്തമാക്കേണ്ടതുണ്ട്. അപ്പോൾ പഴയ ഒരു കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസ്റ്റ് പാർട്ടിയല്ല ഇപ്പോഴത്തെ JVP എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. പക്ഷേ ഭരണമാറ്റം നമുക്കൊരു നല്ലൊരു സന്ദേശം നൽകുന്നുണ്ട്. കാരണം പട്ടിണിയിലും പരിവട്ടത്തിലും നിത്യോപയോഗ സാധനങ്ങൾ കിട്ടാതെയും എത്ര ശ്രീലങ്കൻ രൂപ കൊടുത്താലും ഒന്നും കിട്ടാതെയും ആയ ഒരു നരകിക്കുന്ന ഒരു രാജ്യമായിട്ട് ശ്രീലങ്കയെ മാറ്റിയതാണ് മഹീന്ദ രാജപക്ഷെ കുടുംബം. വിദേശ നാണ്യശേഖരം മുഴുവൻ തീർന്നുപോയി. എത്ര ശ്രീലങ്കൻ രൂപ കൊടുത്താലും നിത്യോപയോഗ സാധനങ്ങളോ പെട്രോളോ ഡീസലോ ഒന്നും കിട്ടാത്ത അവസ്ഥ വന്നു. ശ്രീലങ്കൻ രൂപയ്ക്ക്, കറൻസിക്ക് മൂല്യമേ ഇല്ലാണ്ടായി. അവസാനം രക്ഷയ്ക്കെത്തിയത് IMF മാത്രമാണ്. അതും കർശന നിബന്ധനകളോടെയാണ് IMF ശ്രീലങ്കയ്ക്ക് പിടിച്ചു നിൽക്കാൻ വായ്പ അനുവദിച്ചത്. ആ വായ്പയിൽ പോലുമുള്ള വ്യവസ്ഥകൾ, ശ്രീലങ്കയ്ക്ക് വിരുദ്ധമായ വ്യവസ്ഥകൾ അതിലുണ്ട്. അപ്പൊ ഇതൊക്കെ IMFുമായിട്ട് ചർച്ച ചെയ്ത് അതൊക്കെ പരിഹരിക്കാൻ ശ്രമിക്കുമെന്നും, സാധാരണ ജനങ്ങൾക്ക് പാർപ്പിടം, വസ്ത്രം, ജോലി, അതേപോലെ ആഹാരം, ഇതിലൊക്കെ ഒരു ഭദ്രത ഉറപ്പുവരുത്തുമെന്ന് വാഗ്ദാനം നൽകിയിട്ടാണ് ദിസനായികയെ ജനങ്ങളിപ്പോൾ തിരഞ്ഞെടുത്തത്. അവർ ദിസനായികയെ വിശ്വസിച്ചു എന്നുള്ളതാണ് സത്യം. രാജപക്സെ കുടുംബം ശ്രീലങ്കയെ കുളം തോണ്ടിയെന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞു. ഇനി ഇവരിലാണ് ഒരു പ്രതീക്ഷ, ഇവരെങ്കിലും നല്ലത് ചെയ്യുമല്ലോ എന്ന് ആഗ്രഹിച്ചിട്ടാണ് ജനം ഇത്രയും വോട്ട് നൽകി ദിസനായികയെ ജയിപ്പിച്ചത്.
എന്ന് നമ്മൾ കാണാതിരുന്നുകൂടാ. അതുകൊണ്ട് വരും നാളുകളിൽ പുതിയ പ്രസിഡന്റ് എടുക്കുന്ന നിലപാടുകൾ, നയതീരുമാനങ്ങൾ, അതിൻ്റെ നടപ്പാക്കലൊക്കെ ശ്രീലങ്കയെ ഏത് രൂപത്തിൽ സ്വാധീനിക്കുമെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പൊ ഈ ഒരു പശ്ചാത്തലം, മാർക്സിസ്റ്റ് പശ്ചാത്തലം പണ്ടേ ഉപേക്ഷിച്ച് വംശീയത ഏറ്റെടുത്ത പാർട്ടിയാണത്. അത് നമ്മൾ കാണാതിരുന്നുകൂടാ. അത് ഒട്ടേറെ ശ്രീലങ്കൻ തമിഴ് വംശജരെ കൊന്നൊടുക്കി. അനുരാ ദിസനായകയെ അടുത്തൊരു കാലത്ത് അങ്ങനെ കൂട്ടക്കുരുതി സംഭവിച്ചു പോയതിൽ ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പം അത് സത്യമാണ്. പട്ടാളം, ശരത് ഫോൻസെകയെ നയിച്ച പട്ടാളത്തെ, ശ്രീലങ്കൻ സിംഹള പട്ടാളത്തെ അന്ധമായിട്ട് പിന്തുണയ്ക്കുന്ന, ഒരു ഘട്ടത്തിൽ മഹിന്ദ രാജപക്സെയും പിന്തുണയ്ക്കുന്ന നിലപാടിലേക്ക് JVP എത്തിയിരുന്നു എന്നത് നമ്മൾ കാണാതിരുന്നുകൂടാ. അതും ചരിത്ര യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഇപ്പോൾ ജനങ്ങൾ ഒരു പ്രതീക്ഷ ദിസനായകയിലും അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലും വയ്ക്കുന്നു. നല്ലത് സംഭവിക്കുമെന്ന് അവർ ആഗ്രഹിക്കുന്നു, സംഭവിക്കണം എന്നവർക്ക് അതിയായ ആഗ്രഹമുണ്ട്. ശ്രീലങ്ക തകർന്നടിയരുത്, ഇനിയെങ്കിലും ഒരു തിരിച്ചുവരവ്, സാമ്പത്തിക പുരോഗതി, അതുപോലെ ജനങ്ങളുടെ ജീവിത നിലവാരത്തിലൊരു ഒരു മുന്നേറ്റം, ഇതൊക്കെ വളർച്ചയൊക്കെ ഉണ്ടാകണം എന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നു. അതിനൊപ്പം നിൽക്കാനും അതിനനുസരിച്ചുള്ള നയങ്ങൾ രൂപീകരിക്കാനും എത്രമാത്രം അനുരാ കുമാര ദിസനായകയ്ക്കും അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കും സാധിക്കും എന്നതാണ് ഏറ്റവും നിർണായകമായ ചോദ്യം. അതുകൊണ്ട് നമുക്ക് ഇതിൽ വലിയ ആഘോഷമൊന്നും വേണമെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല. പക്ഷേ ഭരണമാറ്റം നമ്മുടെ രാജ്യം ഇന്ത്യ വളരെ പ്രതീക്ഷയോടെ നോക്കി കാണുക തന്നെയാണ്. ആ മാറ്റത്തെ നമ്മളും അതുകൊണ്ട് തന്നെ സ്വാഗതം ചെയ്യും.